യൂദായ നാട്ടിലെ ഏത് പെൺകുട്ടിയെയും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകളെ ഒഴികെ. അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗമേറ്റ് നിന്റെ ശിരസ് ഇവിടെ പിളഞ്ഞു വീഴും. കഷ്ടം, മറക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവനെങ്കിലും കിട്ടിയേനെ. നീ ആരാടാ? എടാ ആരാന്ന്? ആന്റോയാ കഥാപാത്രമാ? എന്റെ മറുപടി കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ആശാനില്ല, ഞാൻ രാജാവാണ്, നീ അടിമ. അടിമയ്ക്ക് ഇറങ്ങുന്ന വർത്തമാനമാണോ നീ പറഞ്ഞത്? എടാ ആന്നാന്ന്. ഡാ കാവറെ, എന്റെ വേഷം കെടുത്തെ. ആ ഷട്ടങ്ങോട്ട് ഊര്. തട്ടേല് നിൽക്കുമ്പോ അവനവനില്ല, കഥാപാത്രമേ ഉള്ളു. ഇട വേഷമിട്ട് കഴിയുമ്പോ നീ ആൻഡോ അല്ലാണ്ടാവും, നീ അടിമയാവും. എന്ന് പൊസിഷനിൽ നിൽക്ക്. ഞാൻ അവസാന ഭാഗം മാത്രമേ പറയത്തുള്ളൂ കേട്ടാ. അത് കഴിയുമ്പോ നീ നിന്റെ ഡയലോഗ് തുടങ്ങണം. മൂമെന്റ്സ് മറക്കരുത് കേട്ടാ. രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടഞ്ഞു വീഴും. പറയടാ, എടാ പറയാൻ. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സെ. രാജപ്രതാപങ്ങളുടെ ഗർഭിന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച ശ്രമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ: ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി അത് കണ്ടെങ്കിലും ആശ്വസിച്ചു കൊള്ളാം. ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ. എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. പരവേശെടുക്ക, കുറച്ച് വെള്ളം തരുവാ. നീ പെരുക്കി കളഞ്ഞല്ലടാ. സാറിന് ഇതിന്റെ 7 അയൽപക്കത്ത് വരികയല്ല. ആദ്യമായിട്ട് നാടൻ കളിക്കാണെന്ന് പറയേയില്ല, അസലായി. പോരാ, പറഞ്ഞതൊന്നും അങ്ങാട്ട് ചെയ്തെന്നേ ഉള്ളു, അതുപോരാ. പോരല്ലേ? നന്നായെന്ന് വല്ലവരും പറഞ്ഞിട്ട് എന്താ കാര്യം? ആശാൻ പറഞ്ഞില്ലല്ലോ. നന്നായില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്നായി എന്ന് ഞാൻ പറഞ്ഞ ഇനിയും നന്നാവാനുള്ള നിന്റെ മനസ്സ് കെട്ടുപോകും. അതുകൊണ്ടാ. ഉമ്മ തുടങ്ങിയതല്ലേ ഉള്ളു, നീ നോക്കിക്കോ.
നാട്ടിലെ ഏത് സുന്ദരിയെയും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകളെ ഒഴികെ. അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടഞ്ഞു വീഴും. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സേ. രാജപ്രതാപങ്ങളുടെ മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചസ്തമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി അത് കണ്ടെങ്കിലും ആശ്വസിച്ചുകൊള്ളാം. ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ. എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്.
അതെ നന്നായി കേട്ടാ. ആൻഡോ ചേട്ടൻ സ്റ്റേജിൽ കയറി കർട്ടൻ വീണവരെ ഇവിടെ ഒരാളുടെ ഉള്ളി കിടന്ന് പിടയ്ക്കായിരുന്നു കേട്ടാ. നിങ്ങ എവിടെയായിരുന്നു? ഞങ്ങൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടാ, ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ നോക്കിയോണ്ടല്ലോ വേറെ വരും. മുമ്പിൽ കടനാടെന്ന് കയറി ഞാനും കളിക്കായിരുന്നു. ഞങ്ങൾ നിക്കണ പോണാ. നിങ്ങ പാപ്പനോടെ പൊക്കോ, ഞാൻ വന്നേക്കാം. ദേ ഒരുപാട് വൈകരുത് കേട്ടാ. ഇല്ലെന്ന്. നിങ്ങ എന്താണ് ഈ നോക്കി നിക്കണത്? ആ പോ. പ്രതീക്ഷിച്ചാലും ഭംഗിയായി. നന്നായി കേട്ടാ. ഞങ്ങളുടെ ഹീറോണ് കേട്ടാ. പറഞ്ഞിട്ടും പറ്റേ. ഞാൻ ഉമ്മാരിക്കളെ കൂടെ പോയിട്ടും പറ്റ കേട്ടാ. ചെലവ് ചെയ്യാന്ന്. അവരവനെ കൊണ്ടുപോണത് കണ്ട നിലത്ത് വയ്ക്കാണ്ടാണ്. അവൻ ഇനി പറവറക്കും. മോളെ കണ്ടോ? ആശാനെ, ആന്റെ വന്ന ഇവിടെ? ഇല്ലല്ല. ഇന്നലെ അവിടുന്ന് അങ്ങാട്ട് പോയതാണ്. ഇതുവരെ കുടിയിലെത്തിയിട്ടില്ല. അവന്റെ പെങ്ങൾ ഒരുപോലെ കണ്ണടയ്ക്കാതെ കാത്തിരിപ്പാണ്. ഇതുവരെ കുടിയിലെത്തിയില്ല. ഇവനിത് എവിടെ പോയി കിടക്കാണ്? നീ ആ തോർത്തിങ്ങെടുത്ത് ഞാനൊന്ന് നോക്കിയേച്ചും വരാം. ആശാനെ, ആശാനെ, ആശാനെ. കൊള്ളാം. ആശാനോടുള്ള കടപ്പാട് ഞാൻ ഈ ജന്മത്ത് മറക്കുകയാണ്. വേണ്ട വേണ്ട. ആശാന്റെ ദൈവമാണ്, ഗുരുവാണ്, എല്ലാമാണ്. എനിക്ക് ഈ കാല് പിടിക്കണം. എനിക്ക് ഈ കാല് പിടിക്കണം. കാല് തരാൻ ആശാനെ, ഗുരുവേ, കാല് ഇടങ്ങേറായല്ലോ. ഈ കാല് പിടിക്കണം. ഞാൻ ഈ കാലത്ത് വിടൂല, ഞാൻ ഈ കാലത്ത് വിടൂല. കാലെന്ന് വിടാൻ ഗുരുവേ. എന്തോ ഇന്നലത്തെ ആഘോഷത്തിന്റെയാണ്. ആശാനെ, ഇത് നമ്മുടെ രാജകുമാരി. എനക്കൊന്നും മുണ്ടാണ്ടിരിക്കാവാ. ഓ, ഉണ്ടില്ല. തൊണ്ട വെള്ളമല്ല, കുടിക്കാനിത്തിരി വെള്ളം തരുവാ. ഓ തരാം. നീ അങ്ങാട്ടിരി. എന്റെ ദൈവമാണ് കേട്ടാ. ആശാന്റെ ദൈവമാണ്, എന്റെ ഗുരുവാണ്, എന്റെ എല്ലാമാണ്. എന്റെ ഗുരുവാണ്. ഓ സമ്മതിച്ച്. എന്റെ എല്ലാം. എവൻ മടിയായല്ലേ. എടാ അങ്ങാട്ട് പിടിച്ച് കാല്. എടീ പുളിയിരിപ്പോന്റെ ഉരുണ്ടപ്പുളി വിഴിഞ്ഞും കെടുത്തേ. അവന്റെ അണ്ണാക്കിലോട്ട് ഒരു ഒഴിക്കട്ടെ. ആൻഡോയേ,
രാജപ്രതാപങ്ങളുടെ ഗർഭിന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. കസാറിന് ഇരിക്കാൻ കസാര പെരുന്നാൾ നാടകത്തിന് ചാർലി സാറിന് പകരം ഹീറോ കളിച്ച ആടാണ് ആന്റോ. ആശാൻ ഇത് എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം അതായിരുന്നില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പെരുന്നാളുകളി വേണ്ടെന്ന്. കളിച്ചില്ലെങ്കിൽ എന്താ ചത്തുപോകും. ഛേ, ഭയങ്കര ഇൻസൾട്ടായി പോയി. ഇതെന്റെ കൂടെ ട്രൂപ്പാണെന്നാ വിചാരിച്ചത്. അപ്പനിവിടില്ല, കടലിൽ പോയിരിക്ക. ലിസയും ഈ ട്രൂപ്പിലെ ചുമതലപ്പെട്ട ഒരാളാണല്ലോ. പകരക്കാരനെ എഴുന്നള്ളിച്ചപ്പോ കൂടെ കളിക്കാൻ നിന്നു കൊടുത്തതുമല്ലേ. ചതിയായി പോയി. ഏതെമ്പോക്കെ കൊണ്ടുവന്നും എന്റെ സ്ഥാനത്തിരുത്തോന്ന് പറയുമ്പോ ഞാൻ ആരായി? ഛേ, ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്കല്ല വില, ഞാൻ മുടക്കുന്ന പണത്തിന് മാത്രമാണ്. ആണോ ലിസേ? അപ്പനോട് പറയാനുള്ളത് അപ്പനോട് പറഞ്ഞാ മതി. ആശാനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. ആശാനെ കാണാനാ പോയത്. മദിരാശിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ അത്യാവശ്യം ഉള്ളതുകൊണ്ടാ പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുമാണല്ലോ. ആ സമയത്ത് തന്നെ നാടകം കളിച്ചില്ലെങ്കിൽ തല പോകും. അത് നീ തീരുമാനിച്ചാ പാടില്ല. നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നടത്താവുന്ന അതിനു മുമ്പ് ഞാൻ ഏറ്റുപോയതാണല്ലോ. വേണ്ടാന്ന് വെക്കാൻ ആര് വിചാരിച്ചാലും കഴിയും. നീ ഒരു ഇത്തിരി ചില്ലറ തന്നിട്ടുണ്ട് നേരാ എന്ന് കരുതി നാടകം നടത്താനുള്ള അവകാശം നിനക്കാൻ തീർന്നിട്ടില്ല. ഉണ്ടാ എന്നല്ല, പരസ്പരം ഒരു ധാരണ വേണമല്ലോ. ആ ധാരണ ഇങ്ങാട്ടും വേണമെന്നാ ഞാൻ പറഞ്ഞേ. നമ്മ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് നീ ഇതെന്നാട് ചെയ്യാവാടാ? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായ. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ നാടകത്തിന്റെ ബുക്കിംഗ് ഏറ്റിട്ടുണ്ട്. ഒല്ലൂരാണ്. തലേന്ന് ഉച്ചയ്ക്ക് വാനയക്കാം. സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആ വഴിക്ക് വന്നാ ഞാനും കയറാം. എനിക്ക് പിന്നെ ഒരു റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തറവാ. മറ്റുള്ളവരുടെ കാര്യം ആശാ നോക്കിക്കൊള്ളണം. ചിലപ്പോ മിനിസ്റ്റർ ആയിരിക്കും ഉദ്ഘാടനം. ഞാൻ വരട്ടെ. വാ.